ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയ്ക്കായി ISRO വികസിപ്പിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? GSAT-7. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോർട്സ് കോച്ചുകൾക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി കിട്ടിയത് ഒരു മലയാളിക്കാണ്. ആരാണ് അദ്ദേഹം? OM നമ്പ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിലേക്ക് അയച്ച ആദ്യത്തെ ലോഹ ഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ്? ചന്ദ്രനിലേക്ക് അയച്ച ആദ്യത്തെ ലോഹ ഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ് BV ഗിരി. അടുത്തത്, ഒരിക്കലും ലോക്സഭ അംഗമായിട്ടില്ലാത്ത പ്രധാനമന്ത്രി. ഒരിക്കലും ലോക്സഭ അംഗമായിട്ടില്ലാത്ത പ്രധാനമന്ത്രി ആണ് മൻമോഹൻ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻ, പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം? പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥമാണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും. അടുത്ത ക്വസ്റ്റ്യൻ, 1812 ഏത് കലാപത്തിനാണ് രാമനമ്പി നേതൃത്വം നൽകിയത്? 1812 ഏത് കലാപത്തിനാണ് രാമനമ്പി നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ കുറിച്യർ ലഹള. അടുത്ത ക്വസ്റ്റ്യൻ, ജംഗൾ നാമ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ജംഗൾ നാമ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അമിതാവ് ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 24ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ഇന്ത്യയുടെ 24ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ശ്രീനഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിൻ്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോത് അറിയപ്പെടുന്നത്? ഭൂകമ്പത്തിൻ്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോത് അറിയപ്പെടുന്നത് റിക്ടർ സ്കെയിൽ എന്നാണ്. അടുത്തത്, ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം? ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകമാണ് പസഫിക്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏത് ആർട്ടിക്കിളാണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏത് ആർട്ടിക്കിളാണ്? 32ാം ആർട്ടിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പാർട്ട് 4A. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോൾ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് ആരാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോൾ അന്നത്തെ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ EK നായനാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ? കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം.
അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതിയാണ് ആദായ നികുതി. അടുത്ത ക്വസ്റ്റ്യൻ. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര്? ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് ബാബ ആംതെ. അടുത്ത ക്വസ്റ്റ്യൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ താന്തിയോ തോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ ആരാണ്? പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. മലിനജലത്തിൽ കുളിക്കുന്നത് വഴി തലച്ചോറിനെ ബാധിക്കുന്ന സൂക്ഷ്മജീവി ഏത്? മലിനജലത്തിൽ കുളിക്കുന്നത് വഴി തലച്ചോറിനെ ബാധിക്കുന്ന സൂക്ഷ്മജീവി ഏത്? അമീബ. അടുത്ത ക്വസ്റ്റ്യൻ. കാൽമുട്ടിലെ അസ്ഥി ഏത്? കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല. അടുത്തത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലേഗ് ബോണസ് എന്ന സംവിധാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലേഗ് ബോണസ് എന്ന സംവിധാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ സമരവുമായിട്ട് പ്ലേഗ് ബോണസ് എന്ന സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ. കവികളിലെ കവി എന്നറിയപ്പെടുന്നത് എഡ്മണ്ട് സ്പെൻസർ. കവികളിലെ കവി എന്നറിയപ്പെടുന്നത് എഡ്മണ്ട് സ്പെൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് സ്ഥാപകനാണ് മാർക്ക് സക്കർബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അങ്ങനെയും പറയും. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? 100ാമത്തെ വാർഷികം. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ തുളസി വനം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ കലണ്ടർ. ദേശീയ കലണ്ടറാണ് ശകവർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്.
അടുത്ത ക്വസ്റ്റ്യൻ. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാലോജനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. ദ്രാവകങ്ങളിൽ താപപ്രസരണം നടക്കുന്ന രീതി. ദ്രാവകങ്ങളിൽ താപപ്രസരണം നടക്കുന്ന രീതിയാണ് സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ. ആനകൾ തമ്മിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം. ആനകൾ തമ്മിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമേത്? ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് ചുവപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് വജ്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നതിൻ്റെ എത്രാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നതിൻ്റെ എത്രാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചത്? 250ാമത്തെ. അടുത്ത ക്വസ്റ്റ്യൻ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ഇത്രയും 50 ചോദ്യങ്ങളാണ് ഇവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ടുണ്ടായത്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.